കൊടുങ്ങൂർ സേവാഞ്ജലി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഞ്ജലി 2025 അനുമോദന സഭ സംഘടിപ്പിച്ചു. പണിക്കേഴ്സ് ഹാളിൽ നടന്ന പരിപാടി മുൻ DGP ഡോക്ടർ ജേക്കബ് തോമസ് IPS ഉദ്ഘാടനം ചെയ്തു. ഞാനാണ് വണ്ടി ഓടിച്ചതിൻ്റെ കാലം. അപ്പോൾ സൈഡ് റോഡിലേക്ക് കയറിയപ്പോൾ ഒരു ബസ് മുമ്പിൽ നിർത്തി. വീതി കുറഞ്ഞ റോഡാണ്, സൈഡ് റോഡാണ്. കേൾക്കാമോ? പുറകിൽ 2 ദിവസം മുമ്പ് കോലഞ്ചേരി ജംഗ്ഷൻ്റെ തൊട്ടിപ്പുറത്ത് സൈഡ് റോഡിലേക്ക് ഞാൻ കയറി. അപ്പോൾ ഒരു ബസ് നിന്നു. വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് പുറകിലുള്ള വണ്ടികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ മുമ്പിൽ തന്നെ ഈ ബസ്സിൻ്റെ പുറകിൽ 3 കാറുകളുണ്ട്. ഞാൻ 4ാമത്തെയാണ് ഈ ബസ്സിൻ്റെ പുറകിൽ. എൻ്റെ മുമ്പിലുള്ള കാറുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കാരണം റോഡിന് വീതിയില്ല. ബസ് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സൈഡിൽ ഓട്ടോറിക്ഷയോ അങ്ങനെ എന്തൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു കൺജഷൻ. അപ്പോൾ എനിക്ക് ബസ്സിൻ്റെ ഡ്രൈവറോടും ബസ്സിലുള്ളവരോടും എല്ലാവരോടും എനിക്ക് ദേഷ്യം വന്നു. കാരണം ഈ വഴി മുടക്കി ഇങ്ങനെ ബസ് നിർത്തി എല്ലാവർക്കും അസൗകര്യം ഉണ്ടാക്കുന്നത് നല്ല കാര്യമല്ലല്ലോ. ദേഷ്യം വന്നു. നിയമവിരുദ്ധമാണ് ബസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദേഷ്യം വന്നു. അപ്പോൾ അങ്ങനെ ബസ്സിൽ നോക്കി നിൽക്കുന്നതിന് ഈ ബസ്സുകാരനെ ഇങ്ങനെ ദേഷ്യം നിൽക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു സ്ത്രീ ഇങ്ങനെ ഓടിപ്പോകുന്നു. ഈ സ്ത്രീ ഇങ്ങനെ ഓടുമ്പോൾ ഏകദേശം ഒരു 35-40 വയസ്സുണ്ടാവും. ആ സ്ത്രീ ഓടുന്നു. ബസ് കിട്ടാൻ വേണ്ടി ആണെന്ന് മനസ്സിലായപ്പോൾ ആ ദേഷ്യം മാറി ഒരു അനുകമ്പ എന്നുള്ള ഒരു ഫീലിങ്ങിലേക്ക് മാറി. അപ്പോൾ ഒരു 40 മീറ്ററോളം ഉണ്ട്, 40 മീറ്ററുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ഓടുക സ്പീഡിൽ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അനുകമ്പ മാറി ഒരു പേടിയായി. ബസ് വിട്ടുപോയി സ്ത്രീക്ക്. അതോ ഈ സ്ത്രീയോട് എത്തുമ്പോഴത്തേക്ക് ബസ് വിട്ടുപോയി കഴിഞ്ഞാൽ ഓട്ടം വെറുതെയാവുമല്ലോ. ഇനിവേ ബസ് നിർത്തി. ഈ സ്ത്രീയോട് ബസ്സിൽ കയറി. അപ്പോൾ എനിക്ക് ഒരു സന്തോഷം. പിറ്റേ ദിവസം ഞാൻ പത്രം വായിച്ചപ്പോൾ കണ്ട വേറൊരു കാര്യം, ഒരു മകൻ അമ്മയെ കൊന്നു കേരളത്തിൽ തന്നെ. അപ്പം ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി, ഈ മകൻ അമ്മയെ കൊന്നു, അങ്ങനെ പല പല അക്രമങ്ങൾ നമ്മൾ ഇന്ന് നിരന്തരം ഇവിടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അനുകമ്പ, സേവാ മനോഭാവം ഉള്ളവരായി സാമൂഹ്യ സേവനം കൂടി ചെയ്യുന്നവരാകണം വിദ്യാർത്ഥികളെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചു. രാഷ്ട്രീയ സ്വയം സേവാ സംഘം ഗഡ് സംഘചാലക് ഓൺ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏകാനന്ദ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ M. ലക്ഷ്മികുമാരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡോക്ടർ വാസുദേവ പണി, അഡ്വക്കേറ്റ് TK മധു എന്നിവർ ആശംസ നടത്തി. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ സന്തോഷ് ബാബു വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകി. ഇന്നു മുതൽ എൻ്റെ ഇരിപ്പിലും നടപ്പിലും നോട്ടത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ചിന്തയിലും വായനയിലും എഴുത്തിലും നോട്ട് കുറിക്കുന്നതിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലും പുതിയ പുതിയ കഴിവുകൾ ഉണ്ടാക്കുന്നതിലും ഞാൻ മാറാൻ പോവുകയാണ്. I am ready to change. 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 I can change my life. ഇന്നു മുതൽ എൻ്റെ ഇരിപ്പ് മാറ്റാൻ പോവുകയാണ്, നടപ്പ് മാറ്റാൻ പോവുകയാണ്, സംസാരം മാറ്റാൻ വരികയാണ്, പെരുമാറ്റം മാറ്റാൻ പോവുകയാണ്. I am a professional. I am a professional. I am a professional. ഞാൻ ഈ വീട്ടിൽ ജനിച്ചതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഈ നാടിനും എൻ്റെ ബന്ധുക്കൾക്കും ഈ രാഷ്ട്രത്തിനും എന്നിൽ അഭിമാനം ഉണ്ടാവണം. ഞാനിവിടെ ജനിച്ചതുകൊണ്ട് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും അച്ഛൻ്റെ ബന്ധുക്കൾക്കും അമ്മയുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും അഭിമാനം ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ വളരും. ഇനിയുള്ള എൻ്റെ 25
വയസ്സ് വരെയുള്ള എൻ്റെ സമയം ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഐ എം റെഡി ടു ചേഞ്ച്, ഐ എം റെഡി ടു ചേഞ്ച്, ഐ എം റെഡി ടു ചേഞ്ച്, ഐ എം റെഡി ടു ചേഞ്ച്. ഐ ക്യാൻ ചേഞ്ച് മൈ ലൈഫ്, ഐ ക്യാൻ ചേഞ്ച് മൈ ലൈഫ്. MBBS, PhD, BCom റാങ്ക് ഹോൾഡേഴ്സ്, SLC +2 തുടങ്ങിയ വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സേവാഞ്ജലി ട്രസ്റ്റ് പ്രസിഡന്റ് ജീവൻ നാലുമക്കൾ സ്വാഗതവും സെക്രട്ടറി OP സുരേഷ് നന്ദിയും പറഞ്ഞു.